സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഇത് മെന്റൽ ഹോസ്പിറ്റലല്ലേ? ഇവളെന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇവക്കിനി വല്ല വട്ടമുണ്ടോ? പ്രാന്താശുപത്രി വെച്ച് ആദ്യമായിട്ട് മീറ്റപ്പെടുത്തുന്ന ആൾ ഞാനായിരിക്കും. ഒരു പിരി ലൂസാന്ന് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇതേതോ കൂടി ഐറ്റമായി പ്രാന്തിക്ക്. ഇത് നീ ഇതിൻ്റെ അകത്ത് കയറി ഏത് വട്ടൻ്റെ കൈ കൊണ്ടാണോ ദൈവമേ ഞാൻ തീരാൻ പോണം പിടിക്കാനായിട്ട്. തമ്പുരാട്ടി ഇനി ഏത് കാലിൻ്റെ ഇടയിലാണോ പോയി കിടക്കും. ഫിദ, ഹായ്. ഓ ഹായ് അന്ന. 1 സെക്കൻഡ് സിസ്റ്ററെ, ഞാനിപ്പോൾ വരാവേ. അന്ന ഒരുപാട് നേരമായോ വന്നിട്ട്? ഇവിടെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടിയൊന്നുമില്ലല്ലോ അല്ലേ? ഡയറക്റ്റ് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട്. ഇവിടെയല്ലേ ഞാൻ പറഞ്ഞേ. എടോ, എനിക്ക് ആക്ച്വലി ഇന്ന് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനുള്ള ദിവസമാണ്. അതാ ഞാൻ നാളെ മതിയോന്ന് ചോദിച്ചത്. അപ്പോൾ താനാ പറഞ്ഞ അർജൻറ്റാ, ഇന്ന് തന്നെ കാണണമെന്ന്. സോ എന്നാ ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞതാ. ഇവിടെ നിന്ന് എനിക്ക് നേരെ ഇക്കാക്കയുടെ അടുത്ത് പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ഇന്ന് ആക്ച്വലി ടൈമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീ ആയിരിക്കും. അതാ ഇവിടെ വരാൻ പറഞ്ഞത്. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോ? വേറെ ഒന്നുമില്ല, ഞാൻ ഡോക്ടറെ ഒന്ന് കയറി കണ്ടിട്ട് വരാം. ഓൾമോസ്റ്റ് എൻ്റെ ടോക്കണായി, അതുകൊണ്ടാ. ഡോക്ടർ പിന്നെന്താ, കണ്ടിട്ട് വന്നോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പൊക്കോ. ഓ താങ്ക് യു സോ മച്ച്. ഞാനെന്നാ കണ്ടിട്ട് വരാം. ഇത് മെൻ്റൽ ഹോസ്പിറ്റൽ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും വട്ടാണോ? ഇതിപ്പോൾ ആരോടാ ചോദിക്കുക? അവളോട് ഡയറക്റ്റായിട്ട് എങ്ങനെ ചോദിക്കുക നിനക്ക് വട്ടാണോ എന്ന്? ആ പെണ്ണുമുള്ളവരോടല്ലേ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരോട് ചോദിച്ചാലോ? എന്തായാലും ഞാൻ ഇനിയിപ്പോൾ കുളിച്ചേറാം, അവരോട് ചോദിക്കാം. അതെ സിസ്റ്ററേ. യെസ്, എന്താ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആക്ച്വലി മാഡം എന്നോട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? ഫിദ, ഷീസ് മൈ ഫ്രണ്ട്. അവള് എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലൊരു തോന്നൽ മാഡം. ഇന്നവൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. പക്ഷേ അവൾ എന്തിനാ ഇവിടെ വന്നേ? അവളിവിടെ ഡോക്ടറെ കാണുന്ന എന്തിനാ? പ്രത്യേകിച്ചും ഇതൊരു മെൻ്റൽ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് ചെറിയ ഡൗട്ട്. അതൊന്നും ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഐ മീൻ അവളോട് എന്നെ ചോദിക്കാൻ ആസ് എ ഫ്രണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാനെങ്ങനെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് നീ എന്തിനാ മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കുന്നത്? മാഡത്തിന് മനസ്സിലായല്ലോ കേട്ടിട്ട്. അതുകൊണ്ടാണ്. അവൾക്കെന്താ കുഴപ്പം? മനസ്സിലായടോ. അല്ലേലും ഈ ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പിന് വരുന്ന ഒരാളോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിഷമമായാലോ. അതുപോട്ടെ. ഫിദ മോളെ കഴിഞ്ഞ 8 മാസമായിട്ട് ഞങ്ങൾക്കറിയാം.
മോളുടെ ഫാദർ മരിച്ചതിന് ശേഷമാണ് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നത്. മെൻ്റലി ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല, ഒട്ടും ഓക്കെ അല്ലായിരുന്നു. സ്ട്രെസ്സിൻ്റെ എന്നൊക്കെയാണ് ആ കുട്ടിയുടെ ബ്രദർ പറഞ്ഞത്. പക്ഷെ അതല്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കുറച്ച് അഗ്രസീവ്, വൈൽഡ് അങ്ങനെയൊക്കെയായിരുന്നു ബിഹേവ് ചെയ്തത്. അലറി വിളിക്കുക, ഇറങ്ങി ഓടുക, ആരെയൊക്കെയോ കൊല്ലണമെന്ന് പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഷീസ് ബെറ്റർ നൗ. പതുക്കെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് വന്നായിരുന്നു. പിന്നെ മൊത്തത്തിൽ അങ്ങ് മാറി. എന്നാലും വീക്കിലി ഇവിടെ വരും. എല്ലാ വീക്കിലിയും ഇവിടെ സ്റ്റേ ചെയ്ത് ഒരു ക്യാമ്പ് പോലെ നടത്തുന്നതാണ്. അതിന് വരുന്നതാ. ഇന്നലെ വന്നതാ ഫിദമോള്. ഇന്ന് പോവാൻ നിൽക്കുക. താൻ ഫ്രണ്ടെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇതൊന്നും അറിയത്തില്ലായിരുന്നു? ഐ മീൻ, ഫിദമോക്ക് ഫാമിലി മെമ്പേഴ്സ് വേറെ ആരുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ, ആസിമിനെ ഞങ്ങൾക്കറിയാം, ഫിദ ഗ്രൂപ്പ്സിൻ്റെ ഓണർ. അവനാ ഇവിടെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് സാധാരണ. ഇപ്പോൾ ബാംഗ്ലൂരും മറ്റോ ആണെന്ന് പറഞ്ഞായിരുന്നു. അവൻ വന്നു എന്ന് പറഞ്ഞിട്ടാ നേരത്തെ പോകുന്നത്. ഇല്ലെങ്കിൽ സാധാരണയായിട്ട് നൈറ്റാണ് ഇവിടെ നിന്ന് പോവാറ്. എന്നിട്ട് തന്നോട് ഇതൊന്നും ഫിദമോളോ അല്ലെങ്കിൽ മോളുടെ ബ്രദറിനെ പരിചയമില്ലേ? ഉണ്ട്. ഞങ്ങളങ്ങനെ ഡയറക്റ്റ്ലി ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാനും ഫിദയായിട്ടാ കമ്പനി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആക്ച്വലി അവളിതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല. ബ്രദറിനെ അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണലി ഞങ്ങൾ വലിയ കൂട്ടൊന്നുമില്ല. ഞാനും ഫിദയാ കമ്പനി. അല്ല, അപ്പോൾ ഈ 8 മാസത്തിൽ ഇവളിവിടെ അഡ്മിറ്റ് വല്ലതും ആയിരുന്നോ? ഐ മീൻ, ഇവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്തുക അങ്ങനെ വല്ലതും ആയിരുന്നോ? ഒരു 3 മാസം ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ 3 മാസം തികച്ചു കിടന്നില്ല. ഒരു 1.5 മന്തേ കിടന്നോളൂ. അത് കഴിഞ്ഞ് പിന്നെ പോയി വന്നൊക്കെ നിൽക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ അങ്ങ് മാറി. മോളുടെ അസുഖം മാറിയാൽ ഏറ്റവും വലിയ പങ്ക് കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ബ്രദറിന് തന്നെയാണ്. അതുപോലൊരു സഹോദരനെ കിട്ടാൻ ആ കുട്ടി ഭാഗ്യം ചെയ്യണം. അത്രയും കെയർ ചെയ്ത് ആ കുട്ടിയുടെ കൂടെ ഇവിടെ നിന്ന് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും മോൻ. ഓ, അപ്പോൾ ഈ ഫിദ ഇപ്പോൾ മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ? ഐ മീൻ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പരമായിട്ടുള്ള ഈ മുമ്പ് അഗ്രസീവൊക്കെ ആയിട്ടുണ്ടെന്നാണല്ലോ ഇപ്പോൾ മാഡം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ വല്ലോ? ഓഫ് കോഴ്സ് മെഡിസിൻ എടുക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലോ ഷീസ് നോട്ട് ഓക്കെ. അപ്പം തന്നെ ഭയങ്കര വയലൻ്റായിട്ടും ബിഹേവ് ചെയ്യും. അന്നേരം തന്നെ ആ മോനുണ്ടല്ലോ അസി, അവനിവിടെ കൊണ്ടുവരും. പക്ഷേ ഈ കഴിഞ്ഞ 2-3 മാസത്തിനകത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞത് ഷീസ് ഓക്കെ. എന്നാലും മെഡിസിൻ നിർത്താനുള്ള സമയമൊന്നും ആയില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കയ്യിൽ അവളുടെ മനസ്സ് നിൽക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് വന്നതുകൊണ്ട് നിർത്താൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയൊരു 6 months കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്. ദേ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കൂട്ടുകാരി കേട്ടാൽ സങ്കടമാവും എന്നുള്ള വിചാരിച്ചിട്ടല്ലേ താൻ ഇതൊക്കെ എന്നോട് ചോദിച്ചത്. ഇനി നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് നിൻ്റെ കൂട്ടുകാരിക്ക് വിഷമം വരണ്ട. ഞാനെന്നാ പോട്ടെ, ഡ്യൂട്ടി ടൈമായി. ഓക്കെ മാഡം, താങ്ക് യു. കൂട്ടുകാരിയാ ഈ പിശാച? ഒരു പ്രാന്തിയുടെ അടുത്താണ് ഞാൻ സംസാരിക്കാൻ പോണ. കർത്താവേ കാത്തോണേ. ഫിദ, ഡോക്ടറെ കണ്ടു കഴിഞ്ഞോ? നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നല്ലോ. ഇവിടെ മൊത്തം ആളല്ലേ, എന്ത് ചെയ്യടോ? ഇവിടെ മാറിയിരുന്ന് സംസാരിക്കാൻ വല്ല സ്ഥലമുണ്ടോ? അത് ശരിയാ. ഇവിടെ നിന്ന് ഏതായാലും തനിക്ക് ചോദിക്കാനുള്ളതും എനിക്കതിന് മറുപടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ. ഇവിടെ മൊത്തം ക്രൗഡാണ്. പോരാറ്റ് ഇവരെല്ലാം 3/4 ആൾക്കാരും പേഷ്യൻസാണ്. സോ തനിക്ക് ചോദിക്കാനുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് താൻ പ്രൈവറ്റായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പറ്റത്തില്ല. മേ ബി നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. അവിടെ ചെറിയൊരു പ്ലേസ് ഉണ്ട്, അവിടെ നിന്ന് സംസാരിക്കാം. പുറത്തു പോയി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ടൈം ഫോർ ദാറ്റ്. എനിക്ക് ഇക്കാക്കയെ കാണാൻ പോകണം, അതുകൊണ്ടാണ്. വാ. ഐ ആം കമ്മിങ്. അവളുടെ ഒരു ഓഞ്ഞ വർത്താനം. എന്നെ തന്നെ അച്ചോ നിനക്ക് പറഞ്ഞു വിടണമായിരുന്നോ? കോപ്പ്. വാ, ഇവിടെ ഇരിക്കും. ഇവിടെ ആകുമ്പോൾ അധികം ആൾക്കാർ വരത്തില്ല. അങ്ങോട്ടൊക്കെ പേഷ്യൻസിൻ്റെ സെല്ല.
വിസിറ്റേഴ്സ് മാത്രം അലോഡുള്ള ഏരിയ. പിന്നെ എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസും ആവത്തില്ല. ഇപ്പോൾ വിസിറ്റേഴ്സ് അലോഡിങ് ടൈം അല്ല, സോ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ചോദിച്ചോ, എന്താ തനിക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്താ തനിക്ക് എന്നോട് ചോദിക്കാനുള്ളത്? പെട്ടെന്നാവട്ടെ. ഓക്കെ, ഫൈൻ. ഫിദ ഇപ്പോൾ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഐ മീൻ എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന ആ നേഴ്സ് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 8 months ആയിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിലാണെന്നൊക്കെ അറിഞ്ഞത്. എന്തോ സ്ട്രെസ്സും പിന്നെ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞ്. ബട്ട് ഐ നോ ദി ട്രൂത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവരുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ ഐ എം റിയലി സോറി. തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത് വന്ന് ചോദിക്കാവോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും അഗിയേട്ടനെ കണ്ടിട്ടുണ്ടോ? അഗിയേട്ടൻ മിസ്സിങ് ആണ്. കാണാൻ എന്തെങ്കിലും ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാത്തിനും കൂടെ ഒരു ഉത്തരവേ ഉള്ളൂ. ഞാനല്ല അഗിയേട്ടനെ ഏതായാലും കൊണ്ടുപോയത്. എനിക്കങ്ങനെ ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ എൻ്റെ ശത്രു ഒരിക്കലും അഗിയേട്ടനല്ലെന്ന്. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ മനുഷ്യനോട് എനിക്ക് ഒരു വിരോധമില്ല. പിന്നെ പേഴ്സണലി നോക്കുവാണെങ്കിൽ ആ ഫാമിലിയിൽ എന്തുകൊണ്ടും എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ദയയും ദാക്ഷിണ്യവും സ്നേഹവും ഉള്ളത് ആ ഒരു മനുഷ്യനോട് മാത്രമാണ്. അപ്പം അങ്ങേരെ ഏതെങ്കിലും കൂട്ടിനകത്തോ കോഴിക്കൂട്ടിനകത്തോ കൊണ്ട് കൂട്ടിയിട്ടിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഞാനതൊട്ട് ചെയ്യത്തുമില്ല. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇക്കാക്കയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറുകേടാവും. എൻ്റെ ശത്രുക്കളെ എന്നും അത് ആദമും അച്ചുവും കിച്ചും ഒക്കെ ആയിരിക്കും. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് അവരോടേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അഗിയേട്ടനോട് നോ വേ, ഐ കാൻ ഡു ദാറ്റ്. അതുകൊണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്താണ് താനിവിടെ വന്നെങ്കിൽ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മുഖേന എൻ്റെ ഫേസിൽ എക്സ്പ്രഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് പലതും കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതാ നോക്കിക്കോ, എവറിത്തിങ് ഈസ് ക്ലിയർ ഹിയർ. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. എനിക്കങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊന്നും ചെയ്യാതെ തന്നെ അവരുടെ നാശങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. സോ പിന്നെ എന്തിന് ഞാൻ അഗിയേട്ടനെ പോലൊരു നല്ലൊരു മനുഷ്യനെ എന്തെങ്കിലും ചെയ്യണം? താൻ തന്നെ ചിന്തിച്ചു നോക്ക്. എനിക്കെൻ്റെ ആവശ്യമേ ഇല്ല. സോ അത് ഞാനല്ല ചെയ്തത്. എനിത്തിങ് എൽസ്? യാ, മേ ബി. എന്തിനാ അച്ചുവിനോടും കിച്ചുവിനോടും ആദമിനോടൊക്കെ, ഐ മീൻ ആദം സാറിനോടൊക്കെ ഇത്രയും ദേഷ്യം? കുറച്ച് അങ്ങൊന്നും ഇങ്ങൊന്നും കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷേ തൻ്റെ വാപ്പ തെറ്റ് ചെയ്തിട്ടല്ലേ അവരങ്ങനെ ചെയ്തത്. സോ എന്തിനാ ഇത്രയും വൈരാഗ്യം അവരോട്? ആക്ച്വലി താൻ ഇപ്പോഴാണ് ആ പോയിന്റിലോട്ട് വന്നത്. ഓഫ് കോഴ്സ് താൻ എന്നോട് ചോദിക്കേണ്ട പോയിന്റ് ഒരിക്കലും അഖിൽ വാസുദേവ് ശങ്കർ ആയിരിക്കില്ലായിരുന്നു. അത് തുടക്കം തന്നെ ഇവരായിരിക്കണമായിരുന്നു. എന്നാൽ മേ ബി ചിലപ്പോൾ തനിക്ക് അഖിലേട്ടനെ കാണാതായതല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ലിങ്ക് കിട്ടിയിരുന്നെങ്കിലോ? യുനോ. അപ്പോൾ എന്തിനാ അവരോട് എനിക്ക് ഇത്ര വൈരാഗ്യം? എന്തുകൊണ്ട് എനിക്ക് വൈരാഗ്യം തോന്നിക്കൂടാ? അന്ന പറ, എന്തുണ്ട് എൻ്റെ മുമ്പേ? തീരാ നഷ്ടങ്ങൾ മാത്രം. പ്രണയം, നല്ലൊരു കോളേജ് ലൈഫ്, സന്തോഷമായിട്ട് നടന്ന ഇക്കാക്കയുടെ ലൈഫ്, ഒരു വാപ്പ ഉണ്ടായിരുന്നു, അത് എല്ലാം മൊത്തത്തിൽ അവരല്ലേ എടുത്തേ. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിക്കൂടാ? ഡെഫിനറ്റ്ലി അതുകൊണ്ട് തനിക്ക് എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ സ്ഥാനത്ത് താനാണെങ്കിലും വൈരാഗ്യം തന്നെയാണ്. അതിനി അച്ചുവാണെങ്കിൽ പോലും. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് ആരോടും ഒന്നുമില്ല എന്നാ, ഒന്നും.
I'm happy. You're also happy. No, you also be happy. Okay? നമുക്ക് ഇനിയും കാണാം. ഇൻഷാല്ലാ കാണണം. ഓക്കെ, ബൈ. അല്ല, ഓ ഇതിന് വട്ടല്ല, മുഴുത്ത ഭ്രാന്ത. വെറുതെ തന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ എത്തിയത്. ഓഹ്, ഇതിനോട് വല്ലതും തിരക്കാൻ വന്ന എന്നെ വേണോ ഓരോ ചൂലൂട്ടടിക്കാനായിട്ട്. ഈ സൈക്കോ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടി. ഏതായാലും ഇതിൻ്റെ കോൾ ലിസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കട്ടെ. പുറമേ നോക്കുമ്പോൾ പ്രശ്നക്കാരിയൊന്നുമല്ല. ഇവളാവാൻ ചാൻസ് ഇല്ല. ഇവൾ ഇത്രയും ദിവസം ഈ മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു, ഇവൻ ആര് ചെയ്യാനാ? ഇവളായിരിക്കത്തില്ല. എന്നാലും ഇവൾ വന്നും പോയില്ലേ നിന്ന്. ഇവളല്ല. അവളെ സംശയിക്കാൻ മാത്രം ഒന്നുമില്ല എന്ന് അച്ഛനെ അറിയിക്കാം. ഓ എനിക്ക് വയ്യ ഇന്ദ്ര. ഇന്നലത്തെ പോലെ കറക്കി കുത്താൻ വല്ലാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ അനിയനെ പോലെ ചിന്തിക്കത്തില്ല. എന്നിട്ട് ഇന്നലെ മുഴുവൻ ചീത്ത മുഴുവൻ എനിക്കായിരുന്നു. അരമണിക്കൂറിനകത്ത് റെഡിയായി വയെന്നും പറഞ്ഞുകൊണ്ട് ഒരു 2 സെക്കൻഡ് ലേറ്റ് ആയിരുന്നു. നീ എന്താ പറഞ്ഞാൽ ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവൻ നേരത്തെ അവന്മാരെ കയറി കൊന്നേന്ന്. അങ്ങനെ പറയാനല്ലേ വീണ്ടും നീ എന്നോട് വിളിച്ചെടുത്തിരിക്കുന്നത്? എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓ എൻ്റെ കാശി, നീ അവസാന നിമിഷം കളിക്കല്ലേ. എടാ, അത് അന്നേരത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു പോയതാ, മനഃപൂർവ്വമല്ല. നീ എന്നൊന്ന് ആലോചിച്ചേ. അവൻ അവിടെ എല്ലാവരും വെട്ടിക്കൊന്നിട്ടേക്കുന്നു. ഞാനങ്ങനെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരുപാട് മനസ്സിലാവാത്ത രീതിയിലുള്ള വർത്താനം എല്ലാം കൂടെ. ഇപ്പം എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. നീ അത് വിട്ടാളോ? നീ നോക്കിയേ, ഈ 3 പേരിൽ ഇനി ആരുടെത്തായിരിക്കും അച്ചു പോകുന്നത്? അല്ലെ, ഇന്നലെ നീ പറഞ്ഞത് കറക്റ്റായല്ലോ, അതുപോലെ ഇന്ന് പറയുന്നത് മേ ബി കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബൈ ബ്ലഡ് റിലേഷൻ നിങ്ങൾ 3 പേരും ചിന്തിക്കുന്നതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കണിക ഒരുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് നോക്ക്. ഇനി ആരുടെത്തായിരിക്കും അവൻ പോകാൻ പോകുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദേഴ്സ് ബ്രില്യൻ. നീ എങ്ങനെ പുകഴ്ത്തി സോപ്പിടാന്ന് വിചാരിക്കണ്ട. നീ ഇന്നലെ പറഞ്ഞത് ഞാൻ മറക്കത്തില്ല. ഞാൻ പറഞ്ഞു തരത്തില്ല. ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം. ഞാൻ പറഞ്ഞു തന്നിട്ടാ ഇനി അത് പാളിപ്പോയി എന്ന് നിനക്ക് പറയാനായിട്ട്. അല്ലാതെ നീ ആമയെ പോലെ വണ്ടി ഓടിച്ചിട്ടല്ല അവിടെ എത്ര ലേറ്റ് ആയത് തെണ്ടി. എൻ്റെ പൊന്ന് കാശി, നീ ഈ സമയം വഴക്കിടരുത്. നീ പറഞ്ഞ എടാ പ്ലീസടാ. എടാ ഇപ്പം നമ്മളിങ്ങനെ അടിക്കാനുള്ള സമയമൊന്നുമല്ല. അക്കി എവിടെയാണ് കണ്ടുപിടിക്കണ്ടേ? എത്ര ദിവസമായെന്ന് വിചാരിച്ചിട്ടാ നീ ഇങ്ങനെ. എടാ ഇപ്പോഴേ ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ കൈ നിൽക്കത്തില്ല. അവനെ നീ കണ്ടല്ലോ, നിന്റെ അനിയനെ ഭ്രാന്തനെ പോലെയാണ് നടക്കുന്നത്. ഹെഡ് ലാസ്റ്റ് നമ്മുടെ കൈവിട്ട് പോകുന്ന കളിയാവും. അതുകൊണ്ടാണ് പറയുന്നത്. നീ ഇത് നോക്കിയിട്ട് പറഞ്ഞേ. അവൻ ഇനി ആരെടുത്ത് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. പക്ഷെ ഇത് വലിയ കഷ്ടമായല്ലോ. ഗൗഡ കൈക്കാത്തിപ്പഴം കൊത്തിയതും തമിനെ പ്രഭുഗുരു കൈക്കാത്തിപ്പഴം. ഇബ്രാഹിം ഇന്നലെ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ. ഇന്നലെ പറഞ്ഞതന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. അവൻ വളഞ്ഞ വഴി പോകത്തില്ല, നേരെ വഴിയേ പോകത്തുള്ളൂ. അതുകൊണ്ട് അവൻ ഈ 3ാമത് വന്നിരിക്കുന്ന പേരുള്ള ആളുടെ അടുത്തേ പോവുള്ളൂ, ഇബ്രാഹിമിൻ്റെ അടുത്ത്. പിന്നെ അവൻ ഇന്ന് എന്നെ പോകുന്ന എക്സ്പെക്ട് ചെയ്യണ്ട. എൻ്റെ മനസ്സ് പറയുന്നത് അവൻ ഇനി മറ്റന്നാളെ ഇയാളെ കൊല്ലത്തുള്ളന്ന്, അല്ല അയാളുടെ അടുത്ത് പോയി തിരക്കത്തുള്ളന്ന്. മാറ്റാനൊന്നും നിൽക്കണ്ട. ടങ്ക് സ്ലിപ്പായിട്ടാണെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാ, കൊല്ലത്തുള്ളൂ. അല്ല നീ ഇതിങ്ങനെ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞ് മറ്റന്നാളെ പോകത്തുള്ളൂ. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, നാളെ എന്തുകൊണ്ടാവും അവൻ്റെ അടുത്ത് പോകുന്നില്ല, അയാളെ തപ്പി പോകുന്നില്ല? എന്താ മറ്റന്നാള്? എന്തോ കാശി എന്തൊക്കെയോ മണക്കുന്നുണ്ടല്ലോ. ആടാ രാവിലെ ഇവിടെ ഉണക്കമീൻ മറക്കുക, അതാ ചീഞ്ഞ് നാർന്ന്. ഇപ്പം നീ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ മൊയില് കുഞ്ഞുങ്ങളുണ്ട്. അവളുകളെല്ലാം കൂടി ഇവിടെ കിടന്നുകൊണ്ട് പറയും പ്രഡിക്ഷനാന്ന് പറഞ്ഞൊരു സാധനം പറയും. എന്താണെന്നറിയോ? കാശിക്കെന്തോ തകരാറുണ്ട്. അപ്പോൾ അവനും അച്ചുവും കിച്ചുവും കൂടെയുള്ള ഒത്തുകളിയാണോ ഇതെല്ലാം? അടുത്ത അതായിരിക്കും പറയാൻ പോകുന്നത്. അല്ലെങ്കിലേ അവളുകൾ പറയണ എല്ലാം വെള്ളത്തില്ല. ഇനി ഞാനും കൂടെ ഉണ്ടെന്നും കൂടെ പറയാവുള്ളൂ. നീ ആയിട്ട് ഇനി എന്നെ കൂടെ പറയിപ്പിക്കല്ലേ. മാന്യം മര്യാദയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് നീ അപവാദം പറയിപ്പിക്കരുത് കേട്ടല്ലോ. എടാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എടാ നീ വലിയ വലിയ മാഫിയനെയും സൈക്കോപാത്ത് കില്ലേഴ്സിനെയും ഈ ഗ്യാങ്സ്റ്ററിനെയൊക്കെ കണ്ടിട്ടില്ലേ? അവരെല്ലാവരും ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒന്നിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്തിട്ട് അവരടുത്ത് ചെയ്യുള്ളൂ. ഇവിടെ ഇപ്പം അച്ചു സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അച്ചു 2 എണ്ണം ഒരുമിച്ച് ചെയ്തു. അതുകൊണ്ട് മേ ബി എന്തോ അവനെപ്പോലെ നീ ചിന്തിക്കാൻ പറഞ്ഞോട് ചിന്തിച്ചിട്ട് പറയുന്നതാ.
ചിലപ്പം അവൻ 1 ഡേ ഗ്യാപ്പ് എടുക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാ. എൻ്റെ മനസ്സങ്ങനെ പറയുന്നേ. ഇനി അങ്ങനെ ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. എനിക്കറിയത്തില്ല, വേണമെങ്കിൽ നമുക്ക് നാളെ പോയി നോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ഞാനും വരാം. വേണ്ട വേണ്ട, നിന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മേ ബി അത് ശരിയായിരിക്കും. അപ്പം നമുക്ക് മറ്റന്നാൾ പോവാം ഇബ്രാഹിമിനെ കാണാം. അത് എത്രയും നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ പോവാം. അച്ചു എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിയേ പറ്റൂ, അതിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. നമ്മൾ എത്തിയിരിക്കും, നീ കണ്ടോ? അതല്ല ചോ, ഇനിയിപ്പോൾ എന്തായാലും നീ ഇവരെ ഇന്ന് ജീവനോടെ വച്ചേക്കാൻ പോകുന്നില്ല. ഈ ഇബ്രാഹിമിനെ തന്നെ നീ കൊല്ലാനല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മറ്റന്നത്തേക്ക് ആക്കുന്നത് എന്തിനാ? ഇന്ന് തന്നെ അങ്ങ് ചെയ്തൂടെ, അല്ലെങ്കിൽ നാളെ തന്നെ അങ്ങ് ചെയ്തൂടെ? നാളെ ഒരു ഡേ വിട്ടിട്ട് എന്തിനാ മറ്റന്നോട്ടാക്കുന്നത്? അതമേ, ഞാൻ ഓൾറെഡി മൊത്തം പോയാൽ നിൽക്കുന്നത്. ഫ്രസ്ട്രേറ്റഡാണ്, സ്ട്രെസ്ഡാണ്. എനിക്കിങ്ങനെ അങ്ങും ഇങ്ങുമായിട്ട് എനിക്ക് പറ്റാത്തതുണ്ട്. നാളെ ദിവസം എനിക്ക് ഗോഡൗണിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ ഇന്നലെ ഇന്നൊന്നും അങ്ങോട്ട് പോയില്ലല്ലോ, അപ്പോൾ മറ്റന്നാൾ മതി. പിന്നെ അക്ഷയ് എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അവനെല്ലാം അറിയുന്നുണ്ട്. സീനിയർ ഓഫീസേഴ്സിനും ബാക്കിയുള്ളവർക്കൊന്നും ഒരു ക്ലോവും കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഇത്രയും പേരെ കാണാതായി എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഈ മൈരന്മാരെ കെട്ടി തൂക്കി അതൊരു ശവം ആ കടലിൽ നിന്നെന്തോ പൊങ്ങി വന്നു എവൻ്റെയോ. അതുകൂടായപ്പോഴത്തേക്ക് സംഭവം കുറച്ച് സീരിയസാണ്. അതുകൊണ്ട് ഉടനെ തന്നെ വേണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ കൂടെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ എനിക്ക് നാറികളൊക്കെ മുമ്പ് കണ്ട കൊല്ലാതിരിക്കാൻ പറ്റൂല. എനിക്കവർ ഇന്ദ്ര പറയും പോലെ പൂജിക്കാനൊന്നും എനിക്കറിയത്തില്ല. കുടുംബമുണ്ടോ, കുട്ടികളുണ്ടോ, അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, ഇതൊന്നും നോക്കണ്ട. കാരണം ഇവനൊക്കെ നെറിയേട് കാണിക്കുമ്പോൾ ഇതൊന്നും നോക്കുന്നില്ലല്ലോ. അത് തന്നെ. ഏതായാലും ഞാൻ എല്ലാവരെയും കൊല്ലും. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും. എൻ്റെ സമനില മൊത്തം പോയായിരിക്കുന്നത്. എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ പോലുമല്ല. സോ അറിഞ്ഞെടുത്തോളം ഈ ഇബ്രാഹിം എന്ന് പറയുന്നവൻ അത്ര ചില്ലറക്കാരനല്ല. അപ്പം നാളെ ഒന്ന് പ്ലാനും കൂടെ ചെയ്തിട്ട് നമുക്ക് അവൻ്റെ മടയിലോട്ട് ചെന്ന് കയറിയാൽ മതി എന്ന് വിചാരിച്ചു. നോക്കാം. ഏതായാലും നാളെ നമ്മൾ പോകുന്നില്ല, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് ഇറങ്ങാം. സമയം 5:30 ആയി. ഇനി ഇവിടെ ഇരുന്നിട്ടൊന്നും ചെയ്യാനല്ലല്ലോ പ്രത്യേകിച്ച്. ജോണേ, ഒരു കാര്യം ചെയ്യ്, അന്നമ്മയോട് നാളെ വന്നാൽ മതി എന്ന് പറ. ഇനിയിപ്പോൾ ഇന്ന് തന്നെ അറിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് ഓടിപ്പറച്ച് വരണ്ട. അതുപോലെ റഷീദ് വിളിച്ചില്ലല്ലോ, അവനോടും കൂടി ഒന്ന് മെസ്സേജ് ഇട്ടേര്. ആദ്യമേ വയറങ്ങാം. പിന്നെ കാര്യങ്ങളൊക്കെ മെനയ്ക്കും വൃത്തിക്കും നടക്കണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ നിനക്ക്. എടോ ഋഷി, തനിക്ക് അന്ന് സംസാരിച്ച അതേ കാര്യമാണ് എന്നോട് സംസാരിക്കാനുള്ളതെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. എൻ്റെ ഒരു എക്സ്പ്ലനേഷനും എൻ്റെ സൈഡ് ഞാൻ തന്നോട് അന്നേ പറഞ്ഞതാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ താനിപ്പോൾ ഇത് അതിന് ശേഷം താൻ എന്നെ ശല്യം ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫ്ലാറ്റ് വരെ എത്തിയിരിക്കുക. ലിസൺ ഋഷി, എനിക്ക് താല്പര്യമില്ല. ഞാൻ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞതാണ്. അന്നേരമായിരുന്നു തൻ്റെ ഒരു ഒടുക്കത്തെ ഭീഷണിയും തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട്. ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊരു വിസിറ്റ്, അതും താൻ ഒറ്റയ്ക്ക്, ഉറപ്പാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും. അല്ല ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിൽ തനിക്ക് പറഞ്ഞിട്ട് പോവാം. ആക്ച്വലി ഐ എം റിയലി സോറി. അന്നത്തെ പ്രശ്നത്തിന് അന്നത്തെ എൻ്റെ വർത്താനം കുറച്ച് കൂടിപ്പോയി, അതെനിക്കറിയാം. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. സോറി ഫോർ ദാറ്റ്. പക്ഷെ ഇപ്പം ഞാൻ വന്ന അതിനല്ല. അഗീനെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നു അവൻ മിസ്സാവുന്നതിന് മുമ്പേ. വേറൊന്നുമല്ല, ആ ദിവസം ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ആസിമോ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നായിരിക്കുമല്ലോ. മേ ബി അല്ല, ഉറപ്പായിട്ടും നിങ്ങൾ ഫ്രണ്ട്സാണ്.
അതിലുപരി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓ ഐ എം സോറി. ഒരുപക്ഷെ അഗി ആക്ച്വലി ഏറ്റവും ഞാനാ കൂടുതൽ സോറി ലോകത്ത് പറയണ്ടേ. ട്രസ്റ്റ് ചെയ്യുന്നതും വേറെ ഒന്നുമല്ല, നിങ്ങൾ ഞാൻ തന്നെയായിരിക്കും. തന്നെ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് ആസിക്ക് എന്തെങ്കിലും അറിയാവുന്ന തിരക്കാനായിട്ടാ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി കിച്ചുവിനെ പോയി കണ്ടപ്പോൾ അല്ലെങ്കിൽ അവനോട് അച്ചു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടതാണെന്ന് ഞാൻ വേണമെങ്കിൽ കിച്ചുവിനെ കാണാൻ കോളേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അറിയാം. അവിടെ നിന്ന് ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. എന്നാലും തന്നോട് ഞാൻ ഒന്നുകൂടെ പറയാം. അന്ന് മീറ്റിങ്ങിന് വന്ന സമയത്തിന് ഞങ്ങൾ കണ്ടായിരുന്നു. മീറ്റിങ്ങിന് വന്ന സമയത്തിനാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. ഞാൻ ബാംഗ്ലൂർ പോയതിനു ശേഷം പിന്നെ എനിക്ക് അഗിയെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. ഞങ്ങൾ വിളിക്കുമായിരുന്നു, മെസ്സേജ് അയക്കുമായിരുന്നു, അല്ലാണ്ട് വേറെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. മീറ്റിങ്ങിന് വന്നപ്പോൾ കണ്ടു, സംസാരിച്ചു, കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തിന് അവനൊരു കോൾ വന്നു. അവൻ എൻ്റെ കൂടെ ഇറങ്ങിയത്. വല്ലതും കഴിച്ചിട്ട് ഒരുമിച്ച് എൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് പോകാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ പെട്ടെന്നൊരു കോൾ വന്നു, പോവുക, അർജൻറ്റാടാ, കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒറ്റ ഓട്ടമായിരുന്നു ഇറങ്ങി. എങ്ങോട്ടാ പോയേ, ആരാ വിളിച്ചേ, എന്താ കോൾ, എന്താ വന്നേ, ഒന്നും ഒരു പിടിയില്ല. അതിനുശേഷം ഞാൻ ഒരു 10-200 പ്രാവശ്യം വിളിച്ചു, കോൾ എടുത്തില്ല. വീട്ടിൽ എത്തിയെന്നറിയാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. ഒന്നിനും റിപ്ലൈയും ഒന്നിനും റെസ്പോണ്ടും ഒന്നും ചെയ്തില്ല. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ വേറെ ആരുമായിട്ടൊരു കണക്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആരോടും മെസ്സേജ് അയച്ച് ചോദിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. അതുമാത്രമല്ല, അതിന് മുന്നേ അവനെന്നെ ജസ്റ്റ് ഒന്ന് ഞാനോട്ട് അധികം കോണ്ടാക്റ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കരുതി വീണ്ടും മേ ബി അതുപോലെ വല്ല അച്ചുവോ വല്ലതും പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്നും കരുതി. പക്ഷെ ഫിദ പറഞ്ഞ അവൾ പറഞ്ഞാൽ അവൻ മിസ്സിങ് ആണെന്നും അത് അവൾ ഏതോ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഇങ്ങ് കയറി വന്നു. ഞാനും അവനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കേസ് കൊടുത്തോ, അതിനെന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ അവനെ മിസ്സാവുന്ന ഡേ ആ ദിവസം ഞാനും അവനും കണ്ടിരുന്നു. പക്ഷെ അവൻ ആരാ വിളിച്ചത്, പെട്ടെന്ന് അവൻ എങ്ങോട്ട് ഇറങ്ങി ഓടിയേ, ഒന്നും ഒരു പിടിയില്ല. ഞാൻ ചോദിച്ചതാ, അവൻ അർജൻറ്റാ, ഞാൻ പോവാടാ എന്ന് ഇത്രേ പറഞ്ഞോളൂ. ആരാ വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞില്ല. ഓ ആക്ച്വലി സോറി. ഇങ്ങനെ ചിലപ്പോൾ മേ ബി തനിക്ക് തന്നെ സംശയിച്ചു എന്നൊക്കെ തോന്നും. അതിനി ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. ആസി, ഇതിപ്പോൾ ആരെ എങ്ങനെ ഏത് രീതിയിൽ കാണണമെന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനാണ്. തനിക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യവും പറച്ചിലൊക്കെ വേണ്ടി വന്നത്. ഇനിയിപ്പോൾ താൻ എന്നാൽ ബാംഗ്ലൂരോട്ട് തിരിച്ചു പോന്നേ? എടോ, ഞാനവിടെ ഒരു ചെറിയൊരു ലീവ് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഞാനവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ലടോ. അവിടുത്തെ ബിസിനസ്സൊക്കെ ആകെ ഫ്ലോപ്പായി പൊട്ടിത്തെറിച്ച അവസ്ഥയാണ്. അതൊന്ന് എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തിയെടുക്കണം, അതുമാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ പ്രോപ്പർട്ടീസൊക്കെ ഫിദയുടെ പേരിലാണ്. സോ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ അവളെ കൊണ്ട് അതൊക്കെ നോക്കിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. അതുവരെ ഇവിടുത്തെ കമ്പനി അവൾ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഒരു 1 വീക്കിനകത്ത് എനിക്ക് തിരിച്ചു പോകണം. അതിനകത്ത് അഗിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിരുന്നെങ്കിൽ സമാധാനമായിട്ട് പോകുമായിരുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ താൻ സോറിയെന്നും പറയണ്ട, അതെനിക്ക് മനസ്സിലാവും. എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനാണ്. ആരെ സംശയിക്കണം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കിച്ചുവിനോട് പറഞ്ഞു എല്ലാവരും ഇതിൻ്റെ പിറകെയാണ്. ആരാ എന്താ ഒന്നും അറിയാതിരിക്കുമ്പോൾ അച്ഛനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ അതെനിക്ക് മനസ്സിലാവും. കിച്ചു അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഡിസ്റ്റർബ്ഡാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പം അവനും അവിടെ നിസ്സഹായനാണല്ലോ. നമുക്ക് നോക്കാം. ഏതായാലും എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ കാണും. അത് അഗിയ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതിലുപരി അവൻ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ ഒരു ഉറപ്പ് ഞാൻ തരാം, ഞാനൊരിക്കലും അവന് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ല, ഒന്നും. അതുകൊണ്ട് തന്നെ എന്നെ സംശയിക്കേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞുതരാം. അങ്ങനെ സംശയിച്ചിട്ടല്ല, എന്നോടൊന്ന് എൻക്വയറി ചെയ്യാനേ പറഞ്ഞോളൂ. അതാ ചെയ്തത്, അല്ലാണ്ട് സംശയമൊന്നും ഉണ്ടായിട്ടല്ലടോ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക. എന്നാൽ കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. എനിവേ, വൺസ് അഗെയിൻ ഐ എം റിയലി സോറി. അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് നേരെ ചൊവ്വൊന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. എനിക്ക് മനസ്സിലാവും
അങ്ങനെ മനസ്സിലാക്കണമെന്നാണല്ലോ പ്രണയം, അല്ലേ? ശരി, ബൈ. ആടോ, ബൈ. അത് ശരിയാ, അങ്ങനെ മനസ്സിലാക്കുന്നത് ആ പ്രണയം. ആ പ്രണയം അന്നും ഇന്നും എനിക്കൊരാളോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത് ഇന്ദ്രയോടാ. മനഃപൂർവ്വമല്ല ഋഷി, എനിക്ക് നിന്നെ ആ കണി കാണാൻ പറ്റത്തില്ല. എന്തോ നിന്നേന്നല്ല, ആരെയും ഒരിക്കലും ആ സ്ഥാനത്തോട്ട് എനിക്കെടുത്ത് വയ്ക്കാനും പറ്റത്തില്ല. അവൻ എൻ്റെ അല്ലെന്ന് എനിക്കറിയാം, ഇനി ഒരിക്കലും എൻ്റെതാവത്തില്ലെന്നും എനിക്കറിയാം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഈ ഫോൺ എന്തിവിടെ കൊണ്ടുവച്ചു പണ്ടാരം. ആ സിദ്ധുവേട്ടാ, ഇടം കടന്നില്ലായിരുന്നോ? എന്താ മുഖമല്ലാണ്ടിരിക്കുന്നത്? നിന്റെ ചെയ്തികളാ എൻ്റെ മുഖം ഇങ്ങനെ ആക്കിയത്. നീ ഇരിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിന്നോട്. എന്താ ഇന്ദ്ര നിൻ്റെ പ്രശ്നം? ശരിക്കും കിച്ചു നിന്നോട് എന്താ ചെയ്തേ? നിനക്ക് പറയാവോ? എടാ, അവൻ്റെ ഓരോ വാക്കിൽ എടുത്തെടുത്ത് പറയാം. അവൻ ചെയ്തത് തെറ്റാന്ന് താമസിച്ചായാലും അവൻ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒന്നിക്കണമെന്നുള്ളതുകൊണ്ടല്ലേ അവൻ അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഇവിടെ തിരിച്ചു വന്നതൊക്കെ. അവൻ വിചാരിച്ചെന്താണെന്നറിയോ? അങ്ങനെ അവൻ തിരിച്ചു വരുമ്പോൾ അച്ചു അതെല്ലാം അവസാനിപ്പിച്ചിട്ട് അവൻ്റെ കൂടെ വരുമെന്നാണ്. പക്ഷെ അവൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അന്ന് ശരിയാ, നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു, അവൻ അച്ചുവിൻ്റെ കൂടെ നിന്നു. അതൊക്കെ അവൻ അംഗീകരിക്കുന്നുണ്ട്, അതൊക്കെ അവൻ്റെ തെറ്റും തന്നെയാണ്. പക്ഷെ എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നാളെ ഒരു സമയം അച്ചുവിനെ പോലെ ഞാൻ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ? രക്തത്തിൻ്റെ കൂടെ നിൽക്കൂ, അതെങ്ങനെയായിരുന്നാലും. എടാ, കാരണം എന്തെന്ന് വെച്ചാൽ നിന്നെ എടുത്തുകൊണ്ടാണെന്ന് വളർത്തിയത് ഞാനാ. അവനെ അതുപോലെയാ. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവർ അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം അവർ ഗർഭപാത്രം മുതൽ ഒരുമിച്ചാണ്. അത് നീ അത്രയും മനസ്സിലാക്ക്. അല്ലാതെ ഈ ചെറിയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പിണങ്ങ്. എന്താ ഇന്ദ്ര നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞെന്നാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നീ ഇടയ്ക്കെങ്കിലും? ശവം ഒന്ന് പോയി നശിച്ചാൽ മതിയായിരുന്നു, ഒന്ന് ചത്താൽ മതിയായിരുന്നു. അവനത് എന്തുമാത്രം ഹേർട്ടായിട്ടുണ്ടാവും, എന്തുമാത്രം അവൻ അതിനൊക്കെ വിഷമിച്ചാണോ ഇന്ദ്ര? ഇപ്പം എന്താ നിനക്കൊന്നും പറയാനില്ലേ? അന്നവൻ എന്താ പറഞ്ഞേ? സത്യത്തിലും അച്ചുവിൻ്റെ കൂടെ പോവുക, ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ദ്രയുടെ കൂടെ വരത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും നീ ചിന്തിക്കാത്ത, നമ്മുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാവാം അങ്ങനെ പറഞ്ഞത്. അവർ ചെയ്യുന്ന തൊഴിലതാ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ ഫാമിലിയിലുള്ളവരും കൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരാൾ അവൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അച്ചുവിനതാ ഭയങ്കര ദോഷമായിരിക്കും. അല്ലെങ്കിൽ അവർ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്ന കാര്യം അറിഞ്ഞാൽ ശത്രുക്കൾ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കും. ഇതൊക്കെ കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞെങ്കിലോ? ഒരിക്കലും അവൻ്റെ സ്ഥാനത്ത് നീ വീട്ടിൽ ആരും ചിന്തിച്ചില്ല. എടാ ഒരിക്കലും ഒരു അഴുക്ക് ചാലിൽ വീണ് കഴിഞ്ഞാൽ അത് ചാലാണെങ്കിൽ അവിടെ നിന്ന് കയറി വരാൻ ഭയങ്കര പാടാണ്. അച്ചുവിനെയും കിച്ചുവിനെയും ഒരിക്കലും നിനക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്ങനെയാടാ പെട്ടെന്ന് നീയും ദേവമ്മയൊക്കെ പറയും പോലെ നിർത്തിയിട്ട് വാന്ന് പറയുമ്പോൾ എല്ലാം പകുതിക്ക് നിർത്തിയിട്ട് വരുന്നേ? അത് ഇത്രയും കാലം തുടങ്ങി വെച്ചതും ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് കുറേ എണ്ണം വരും, പാളും കമ്പും തോക്കുമായിട്ട് കൊല്ലാൻ. എവിടെയല്ല നമ്മൾ കണ്ടേക്കുന്നു? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? ശരി, അവരൊന്നും മനസ്സിലാക്കണ്ട, നീ അതെന്താ മനസ്സിലാക്കാത്ത? അവൻ ഈ വീട്ടിൽ വന്നു, ഒരു ദിവസം സ്നേഹത്തോടൊരു നോട്ടം അല്ലെങ്കിൽ സ്നേഹത്തോടൊരു സംസാരം നിൻ്റെ വായിന്ന് പോയോ? ഇല്ലല്ലോ. എന്നും അവന് ശാപവും. എടാ, നീ എൻ്റെ അനിയൻ തന്നെയാണോ ഇന്ദ്ര? കുറേ നാൾ നീ അസുരനെ പോലെ നടന്നൊരു നാളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയെടുത്തത് അവനാ, അത് നീ മറക്കരുത്. അവന് നിന്നോടും നിനക്ക് അവനോടുമുള്ള പ്രണയമാണ് അതെല്ലാം മാറ്റിയെടുത്തത്. ഇപ്പം നീ കാണിക്കുന്നുണ്ടല്ലോ, അത് മഹാചറ്റത്തരം ഇന്ദ്ര, മഹാചറ്റത്തരം. ലോകത്തൊരുത്തൻ ഇതുപോലെ നെറിയേട് കാണിക്കത്തില്ല, അത് നീ ഓർത്തോ. സിദ്ധുവേട്ടാ, എനിക്കറിയാം
സിദ്ധുട്ടൻ എന്താ ഇതൊക്കെ പറയുന്നതെന്ന്. അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ സിദ്ധുട്ടൻ എൻ്റെ സാഹചര്യം മനസ്സിലാക്കാത്ത. സിദ്ധുട്ടൻ പറഞ്ഞല്ലോ അവനോടുള്ള എൻ്റെ പ്രണയം എന്നെ മാറ്റിയെന്ന്. അത് ശരിയാ, അവനോടുള്ള എൻ്റെ പ്രണയം തന്നെ എന്നെ മാറ്റിയത്. ആ പ്രണയത്തിനെയാണ് അവൻ ഒരു വിലയില്ലാതെ ചവിട്ടുകൂട്ട് എറിയും പോലെ എറിഞ്ഞത്. ഒരിക്കൽ ഒരു പ്രണയത്തിന് തോറ്റവനെ ഞാൻ. ഇപ്പൊ എനിക്ക് പേടിയാ. ഞാനായിട്ടാ ആസി, അറിയാലോ. ഇപ്പൊ കിച്ചു കൂടെ നഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ഭ്രാന്ത് കയറി. അതിന്റെ ദേഷ്യത്തിനാ അവൻ തിരിച്ചു വന്നിട്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്. ഒരുപക്ഷെ അവൻ എൻ്റെ അടുത്തുണ്ടെങ്കിലോ അവൻ എൻ്റെ മുമ്പ് വന്നു നിന്നാലോ ഞാൻ എന്നെ തന്നെ മറന്ന് പഴയതുപോലെ അവനെ സ്നേഹിക്കും. അത് അങ്ങനെ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറുമല്ല എന്നാ. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറി, അല്ലാതെ മനഃപൂർവ്വമല്ല. എനിക്ക് അവൻ്റെ അടുത്തുള്ള ഇഷ്ടം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല സിദ്ധുട്ടാ. അതൊരിക്കലും കുറേയില്ല. അതിനി അവൻ ആരെങ്കിലും കൊന്നിട്ട് എൻ്റെ മുമ്പ് വന്ന് നിന്നാൽ പോലും കുറയത്തില്ല. എന്നാ ദേ ഞാൻ പറയുന്നത് കേട്ടോണം. നാളെ തന്നെ. ഇപ്പം അവൻ കിടന്നു, നീ പോയിട്ടും കാര്യമില്ല. അവൻ ഒരുപാട് കരഞ്ഞു ഇന്ദ്ര, ഒരുപാട്. അവനാരും മനസ്സിലാക്കുന്നില്ല, അവൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നിനക്ക് സിറ്റുവേഷൻ ഉള്ളതുപോലെ തന്നെ അവനും ഉണ്ട്, അവൻ്റേതായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്. അത് നീ അധികം മനസ്സിലാക്കുക. നാളെ തന്നെ അവനോട് മിണ്ടണം, ദേഷ്യപ്പെടാതെ നേരെ ചൊവ്വേ സംസാരിക്കണം. നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഭവങ്ങളും വിദ്വേഷങ്ങളും പറഞ്ഞു തീർക്കണം. പഴയതുപോലെ ആവണം. ഒരാളെങ്കിൽ ഒരാൾ പഴയതുപോലെ ആവുന്നതാണ് കൊതിച്ചിട്ടാടാ. ദേവമ്മയും ദേവച്ചനും മുത്തശ്ശനും എല്ലാവരും അതെങ്കിലും കണ്ടിട്ടൊന്ന് സമാധാനപ്പെട്ടോട്ടെ പ്ലീസ്. നിന്റെ കാര്യം വേണമെങ്കിൽ സിദ്ധുട പിടിക്കാം. സിദ്ധുട എന്തായി കാണിക്കുന്നേ? ഇപ്പൊ എന്താ വേണ്ട? അല്ലെങ്കിൽ ഞാൻ അവനോട് മിണ്ടാൻ തന്നെ ഇരുന്നേ. അവൻ പറഞ്ഞതിനൊക്കെ തിരിച്ചായല്ലോ. ഇനിയിപ്പോ അല്ലെങ്കിലും എനിക്കെന്നെ അറിയായിരുന്നു ഞാൻ ഒരുപാടായിരുന്നു. അതിന് നിങ്ങളിതെന്ത് പൊട്ടത്തരം കാണിക്കാൻ പോവാ? സിദ്ധുട്ടൻ പോയി കിടക്ക്. ഞാൻ അവനോട് നാളെ തന്നെ സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തോളാം. അതോർത്ത് സിദ്ധുട്ടൻ ടെൻഷൻ അടിക്കണ്ട. പോ ചെല്ലേ. ഞാൻ തന്നെ വിശ്വസിച്ച് പോവാ. നാളത്തോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്തേക്കണം. ഇനി പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനതിൽ ഇടപെടുകയും ചെയ്യാം. കേട്ടല്ലോ? സിദ്ധുട്ടൻ ധൈര്യമായിട്ട് പോകും. നാളത്തോടെ എല്ലാ പ്രശ്നവും ഞങ്ങൾ സോൾവ് ചെയ്യും. ഗുഡ് നൈറ്റ്. സിദ്ധുട്ടൻ പറഞ്ഞത് ശരിയാ. വെറുതെ എന്തിനാ ഞാനും അവനായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ വച്ച് നീട്ടുന്നേ? ഒരാളെങ്കിൽ ഒരാൾ സ്നേഹത്തോടെ കഴിയുന്ന കാണുമ്പോൾ അച്ഛനും ദേവമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ സന്തോഷം. അതാ വേണ്ടത്.